അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. പരിശുദ്ധ റമളാനിൻ്റെ രണ്ടാമത്തെ പത്തിലൂടെയാണ് നാം എല്ലാം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. പാപമോചനത്തിൻ്റെ 10 ദിവസങ്ങളാണ്. ഈ 10 ദിവസങ്ങളിൽ അള്ളാഹു അവൻ്റെ കോടാനകൂടി വരുന്ന സൃഷ്ടികളുടെ പാപങ്ങൾ പൊറുക്കപ്പെടുന്ന മഹത്തായ ദിനങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഈ ദിവസങ്ങളിൽ അള്ളാഹുവിനോട് ധാരാളമായി പാപമോചനത്തെ തേടുക. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചു തന്ന നമ്മുടെ പാപങ്ങളെ കരിച്ചു കളയാൻ പവറുള്ള ഏറ്റവും മഹത്തായ ഒരു ഇസ്തിഗ്ഫാറുണ്ട്. ഈ ഒരു ഇസ്തിഗ്ഫാർ ഒരു മനുഷ്യൻ പകലിൽ ചൊല്ലി ആ പകലിൽ തന്നെ മരണപ്പെട്ടാൽ അവൻ സ്വർഗത്തിൽ പ്രവേശിക്കുക തന്നെ ചെയ്യും. അതുപോലെ തന്നെ രാത്രിയിൽ ആരെങ്കിലും ഈ ഒരു ഇസ്തിഗ്ഫാർ ചൊല്ലി സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ് മരണപ്പെട്ടാൽ അവൻ സ്വർഗത്തിൽ പ്രവേശിക്കും എന്ന് ഹബീബായ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ സയ്യിദുൽ ഇസ്തിഗ്ഫാറുകളുടെ നേതാവ് എന്ന് അറിയപ്പെടുന്ന മഹത്തായ ഒരു ഇസ്തിഗ്ഫാറാണ്. ഈ ഒരു ഇസ്തിഗ്ഫാർ എന്തുകൊണ്ടും ഈ പാപമോചനത്തിൻ്റെ 10 ചൊല്ലാൻ പറ്റുന്ന ഏറ്റവും മഹത്തായ ഒരു ഇസ്തിഗ്ഫാറാണ്. ഈ ഒരു ഇസ്തിഗ്ഫാർ എല്ലാവരും സുബഹി നിസ്കാര ശേഷവും മഗ്രിബ് നിസ്കാര ശേഷവും ഒരു പ്രാവശ്യം എല്ലാ ദിവസവും മുടങ്ങാതെ പതിവായി ചൊല്ലി വരിക. അതുപോലെ തന്നെ ഈ റമളാനിൻ്റെ പാപമോചനത്തിൻ്റെ 10 ഈ ഇസ്തിഗ്ഫാർ ചൊല്ലിക്കൊണ്ട് നമ്മുടെ പാപങ്ങൾ അള്ളാഹുവിനോട് ഏറ്റുപറഞ്ഞുകൊണ്ട് പാപമോചനത്തെ തേടുക. اللهم أنت ربي لا إله إلا أنت خلقتني وأنا عبدك وأنا على عهدك ووعدك ما استطعت أعوذ بك من شر ما صنعت أبوء لك بنعمتك علي وأبوء بذنبي فاغفر لي فإنه لا يغفر الذنوب إلا أنت.